പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയൊരു കഥയാണ്. അതായത് ഒരു പഞ്ചസാര ഭരണി. ഈ ഭരണിയിലേക്ക് കുറേയധികം ഉറുമ്പുകൾ കയറി കൂടുകയാണ്. നമുക്കറിയാം, പഞ്ചസാര ഭരണിയുടെ മൂടി അല്പം ഗ്യാപ്പ് ഉണ്ടായാൽ പോലും ഉറുമ്പുകൾ കയറി കൂടാറുണ്ട്. അതുപോലെ ഈ ഭരണിയിലേക്ക് ഏകദേശം ഒരു 200ഓളം ഉറുമ്പുകൾ കയറി പറ്റുകയാണ്. എന്നാൽ ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നത് രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഉറുമ്പുകളാണ്. അതായത് കറുത്തുറുമ്പും ചുമന്ന ഉറുമ്പുമാണ് കയറിയത്. അങ്ങനെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഉറുമ്പുകളും ഈ പഞ്ചസാര ഭരണിയിൽ കയറിക്കൂടി അതിലുള്ള പഞ്ചസാരകൾ പരസ്പരം ഭക്ഷിച്ചുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല അവർ തമ്മിൽ. അത് കറുത്തുറുമ്പാണ് അല്ലെങ്കിൽ ചുമന്നുറുമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ളിൽ യാതൊരു വിധ പ്രശ്നവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി അതിലെ പഞ്ചസാര ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ ദിവസങ്ങൾ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ പഞ്ചസാര ഭരണിയുടെ ഉടമസ്ഥൻ വന്ന് നോക്കുമ്പോൾ ഭരണിയിൽ നിറയെ ഉറുമ്പ്. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് ഈ ഭരണി എടുത്തൊന്ന് നന്നായിട്ടൊന്ന് കുലുക്കി വീണ്ടും അവിടെ വയ്ക്കുകയാണ്. ഈ പഞ്ചസാര ഭരണി കുലുക്കിയ ഉടനെ എന്താ സംഭവിച്ചത്? ഈ ഭരണിയിലുണ്ടായിരുന്ന ഉറുമ്പുകൾ വന്ന് പരസ്പരം കൂട്ടിയിടിക്കുകയാണ്. കൂട്ടിയിടിച്ച് അവിടെ ഒരു പ്രശ്നം ആരംഭിക്കുകയാണ്. ഈ ഉറുമ്പുകൾ പരസ്പരം എന്താണ് കരുതി? ചുമന്ന ഉറുമ്പ് കരുതി കറുത്തുറുമ്പാണ് അനാവശ്യമായിട്ട് നമ്മളെ ദേഹോപദ്രവം ചെയ്തതെന്ന് കരുതുകയാണ്. കറുത്തുറുമ്പ് കരുതി ചുമന്നുറുമ്പാണ് എന്നും ചുമന്നുറുമ്പ് കരുതി കറുത്തുറുമ്പാണ് പ്രശ്നം സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അടി ആരംഭിക്കുകയാണ് അവിടെ. അങ്ങനെ ഉറുമ്പുകൾ തമ്മിൽ കടിച്ച് കീറി കുറേ ഉറുമ്പുകൾ ചത്തുപോവുകയാണ്. കുറേ ഉറുമ്പുകളുടെ കൈകാല് നഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ പ്രശ്നം. അപ്പോൾ സത്യത്തിൽ എന്താണ് നടന്നതെന്ന് ഈ ഉറുമ്പുകൾ മനസ്സിലാക്കുന്നില്ല. ഈ ഭരണി ആരോ കുലുക്കിയത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഉറുമ്പുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുകയാണ്. അപ്പോൾ ഇത് തന്നെയല്ലേ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? പല രാഷ്ട്രീയ കക്ഷികളുടെയും മതസംഘടനകളുടെയൊക്കെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ തമ്മിൽ തെല്ലിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി കഴിഞ്ഞിരുന്ന പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മതമുള്ളവനും ഇല്ലാത്തവനും പല ജാതിയിൽപ്പെട്ട ആളുകളും പരസ്പരം കഴിഞ്ഞുകൂടുകയാണ്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നീ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നീ മറ്റേ ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നീ ഇന്ന സംഘടനയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നീ മറ്റേ സംഘടനയിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് കാരണം നമ്മളെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി പിന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പരസ്പരം അടികൂടുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതൊരു സാധാരണ ഒരു കഥയാണെങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. തീർച്ചയായിട്ടും ഈ കഥയുടെ ഉള്ളടക്കം നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് കരുതുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.